കോഹിനൂർ അമ്പലത്തിൻ്റെ ബാക്കിലാണുള്ളത്. ഇവിടെ ഇതിൻ്റെ അകത്തെ ഇതിൻ്റെ ഉള്ളിൽ ഒരു പാമ്പിനെ കണ്ടെന്നാണ് നോക്കുക. ഇതിന്റെ ഉള്ളിൽ കയറാൻ വേറെ വഴിയൊന്നുമില്ലല്ലോ. അവിടെയൊക്കെ നല്ല താഴ്ച ആണല്ലോ. കൂടെ കയറി ഉണ്ടാവൂലേ? ഇവിടെ പിക്കാസോ കൈക്കോട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇത് കിട്ടാ കിട്ടി ഈ കിട്ടി കിട്ടിയാലേ വണ്ടി മാറ്റി വെക്കാം. തെച്ചിപ്പൂവല്ലേ? തെച്ച് കെട്ടാൻ പറ്റില്ലേ? എനിക്ക് ആവശ്യം ഉണ്ടാകും. ചോദിച്ചിട്ട് ചെയ്യാം. അവരുണ്ട് വരുന്നുണ്ട്, സാധനമുണ്ട്. നമ്മളിവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് കോഹിനൂർ എന്ന സ്ഥലത്തുള്ള ഗണപതി അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലാണുള്ളത്. അവിടെ ചെറിയൊരു സ്ഥലം, കുറച്ച് ഒഴിവുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അതിൽ കുറേ വേസ്റ്റുകൾ കൊണ്ടുപോയിട്ടുണ്ട്. കാരണം കോൺക്രീറ്റിൻ്റെ കുറേ പാളികളും അതുപോലെ തന്നെ കുറച്ച് വേസ്റ്റുകളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ സൈഡിലായിട്ട് കുറച്ച് എലിയും അതുപോലെ തന്നെ പൂച്ചയും പാമ്പ് കൂടി ഫൈറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് അവർ വിളിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ വന്ന് നോക്കിയത്. പക്ഷെ തിരഞ്ഞിട്ട് ആളെ കിട്ടിയില്ല. കാരണം ഒരുപാട് മാളങ്ങളും അങ്ങനത്തെ കുറേ സ്ഥലങ്ങളൊക്കെയുണ്ട്, ഒരുപാട് മാളങ്ങളുണ്ട്. അപ്പോൾ ആ മാളത്തിൻ്റെ ഉള്ളിൽ എവിടെയെന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തിരഞ്ഞു നോക്കിയതാണ്. അപ്പോൾ നോക്കിയപ്പോൾ ആളെ കണ്ട്. ആൾ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൂർഖനാണ്. അപ്പോൾ മൂർഖന് എലിയെ കഴിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഏതായാലും നമുക്ക് നോക്കിയാൽ അറിയുള്ളൂ. കാരണം കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണാനുള്ളൂ. അപ്പോൾ കുറച്ച് സിമെൻറ്റിൻ്റെ പാളികളുണ്ട്, അതെടുത്ത് ഒഴിവാക്കണം. എന്നാൽ മാത്രമേ പാമ്പ് എവിടെയെന്ന് അത് എത്ര സൈസ് ഉണ്ടെന്ന് എല്ലാം അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്കതിനെ റെസ്ക്യൂ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഓക്കല്ലേ, കേട്ടോ. എടുക്കല്ലേ മോട്ട് അല്ല മൂന്ന് എടുക്കലേ. ഇത് നല്ല നേരത്തെ ഞാൻ കയറിയിട്ടുണ്ടായാലും ഓക്കെ. ചാടി 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 ഇങ്ങോട്ട് വരണം. തല ഇവിടെ കഴിഞ്ഞാൽ പോയി കിട്ടും. കൊച്ചിൻ്റെ കൊണ്ട് കാണുന്നത് വെച്ചാലൊക്കെ വിട്ടോ.
പരിക്കുണ്ട് ഇതിനൊക്കെ കക്കാണ് അത് വയറ്റിലെന്തോ ഉണ്ട്. ഒന്നുമില്ല ഇപ്പൊ കഴിയണ്ട. അവരൊക്കെ ചൂടുകാലാണ് ഈ സമയത്തിന് ഈ മെയ്മാസം വരെ കണ്ടിട്ട് മാസം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതിനെ റിസ്ക് ചെയ്ത് കുറച്ച് റിസ്ക് ആയി ഒന്നാമത് കയറുന്നില്ല. അത് കയറാത്തത് അത് വേസ്റ്റ് കക്കിയതാണ്. അപ്പോൾ അതിൻ്റെ സ്മെല്ലുകൊണ്ടായിരിക്കും ചിലപ്പം കയറാത്തത്. അപ്പോൾ ഇങ്ങനെ വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് കുറച്ച് ദേഷ്യം കൂടുതലായിരിക്കും. അതിൻ്റെ ഭക്ഷണമാണ് നമ്മൾ ഒഴിവാക്കിയത്, അതുകൊണ്ടായിരിക്കാം. നിങ്ങളിത് കറക്റ്റ് എവിടെയാണ് കണ്ടത്? ഇവിടെ നിന്ന് തന്നെ കണ്ട്. എങ്ങനെ സൗണ്ടോ? സീറ്റിൻ്റെ സൗണ്ട് അല്ലേ? ശരി. ശരി. അപ്പോൾ ഇവര് ഫൈറ്റ് ചെയ്യായിരിക്കും അതിനായിട്ട്. ഇവിടെ കയറി വരാൻ വേറെ ചാൻസ് ഒന്നുമില്ല, കാരണം ഇവിടെയൊക്കെ നല്ല ആഴമുള്ള സ്ഥലങ്ങളാണ്, മതിലാണ് ചുറ്റുപാട്. മിക്കവാറും ഫ്രണ്ടിലൂടെ കയറി വന്നതായിരിക്കും ഇത്. അപ്പോൾ ഫ്രണ്ടിൽ കൂടെ കയറി വന്ന് അവർ കണ്ടിട്ടില്ല. ഫ്രണ്ടിൽ അമ്പലമാണ്, അപ്പുറത്തൊരു വീടുണ്ട്, ആ വീടിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ആയിരിക്കാം. ഏതായാലും ഓരോ ഭാഗ്യം, കാരണം അത്യാവശ്യം സൈസുള്ളതാണ്. ഇപ്പോൾ അടുത്തൊക്കെ നമ്മൾ റെസ്ക്യൂ ചെയ്തത് ഇതേപോലെ നല്ല സൈസുള്ള ഐറ്റംസാണ് നമ്മൾ റെസ്ക്യൂ ചെയ്തത്. പിന്നെ ഇവിടെ ഇങ്ങനത്തെ കാടുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറേ മണ്ണുകളൊക്കെ കൂമ്പാരാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പെരിച്ചാഴികളുണ്ടാവും. പെരിച്ചാഴി ഇപ്പോൾ കഴിച്ചത് എലിനെയാണ്. അപ്പോൾ പെരിച്ചാഴി എലികളൊക്കെ ഒരുപാടുണ്ട്. ചിലപ്പോൾ അതിനെ കഴിക്കാൻ വേണ്ടി വന്നതായിരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാക്സിമം നമ്മൾ വൃത്തിയാക്കി വെക്കുക. കാരണം ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഈ പെരിച്ചാഴി എലിയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അതിനെ കഴിക്കാൻ വേണ്ടിയിട്ട് വരും അവർ. അപ്പോൾ അവരെ ഒരു ഫുഡും കൂടിയാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ സാഹചര്യം ഇല്ലാതിരിക്കാനുള്ള ഇത് നോക്കുക, അത്രയേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.